ഭാരതം 80ാമത് സ്വാതന്ത്ര്യദിനം ആണ് ആചരിക്കുന്നത്. പതിറ്റാണ്ടുകളായി വൈദേശിക ഭരണത്തിലായിരുന്ന നമ്മുടെ രാജ്യം, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ നേതാക്കന്മാർ നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ഏതാണ്ട് 600ഓളം നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഒരു പ്രദേശത്തെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറ്റിയെടുക്കാൻ സാധിച്ചത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നടത്തിയ വിസ്മയകരമായ പോരാട്ടമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ അഹിംസയിലൂന്നിയ സമാധാനപരമായ ഒരു പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടമെന്നത് ചരിത്രമാണ്. ഇന്ന് വരെ സൈനിക ശക്തിയില്ലാതെ എങ്ങനെയാണ് അഹിംസയിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ പോരാടി ജയിക്കാൻ സാധിക്കുന്നതെന്ന് ലോകത്തിനു മുമ്പാകെ ഇന്ത്യ കാണിച്ചു നൽകിയത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് 80 വർഷം പിന്നിടുമ്പോൾ ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. മതനിരപേക്ഷത നിലനിർത്തുക എന്നത് രാജ്യം പ്രതിജ്ഞാബദ്ധമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാ അവകാശങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുക എന്നതാണ് ഓരോ ഭാരതീയൻ്റെയും ഏറ്റവും പ്രഥമമായ കടമയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കടമ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ആവശ്യമായ വലിയ ചിന്തയും പ്രവൃത്തിയും നാം സ്വാതന്ത്ര്യദിനത്തിലൂടെ നമ്മുടെ ഓർമ്മകളിലൂടെ പുതുക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി നമ്മുടെ രാജ്യം മാറാനുള്ള പ്രവർത്തനം എല്ലാ വിഭാഗീയതകൾക്കപ്പുറത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഓരോ ഭാരതീയനും എൻ്റെ മാതൃരാജ്യം എല്ലാ രംഗത്തും ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാമതായിരിക്കണമെന്ന ചിന്ത അത് ഉണർത്താനും കൂടി സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാർ, അവരുടെ ത്യാഗങ്ങൾ, ആ ചരിത്രവും പുതുതലമുറയിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു പുനർചിന്തയ്ക്ക് വിധേയമാക്കുകയാണ് സ്വാതന്ത്ര്യദിനം. ആ നിലയിൽ പുതിയ കാലഘട്ടത്തിലെ ജൻസി തലമുറകൾ ഒരു അവകാശ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പൂർവ്വപിതാക്കന്മാർ നടത്തിയ ഐതിഹാസികമായ ചരിത്ര പോരാട്ടങ്ങളുടെ ഒരു പുനരാവിഷ്കാരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭാരതം ലോകത്തിനു മുമ്പാകെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ നമുക്കൊറ്റക്കെട്ടായി നാം ഭാരതീയർ എന്ന ഏകചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 30 കോടിയോളം ജനങ്ങൾ, മഹാഭൂരിപക്ഷവും നിരക്ഷകർ, കർഷകർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഒരു ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിലൂടെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നതാണ് സ്വതന്ത്ര ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ വച്ച് തുലനം ചെയ്യുമ്പോൾ ഭാരതം വൈവിധ്യങ്ങളുടെയും വ്യത്യസ്തകളുടെയും നാടാണ്. വിവിധ സംസ്കാരങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ആചാരങ്ങളുള്ളവർ, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വേഷങ്ങൾ ധരിക്കുന്നവർ, ഈ നാനാത്വത്തിലും ഏകത്വം എന്ന ആശയം പുലർത്തുന്നതാണ് ഭാരതം ലോകത്തിന് ഏറ്റവും മാതൃക രാജ്യം ആയി മാറിയിട്ടുള്ളത്. ആ ഏകത്വം സംരക്ഷിക്കുക എന്നതാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും ഉത്തരവാദിത്തപ്പെട്ട ഭാരതീയർ എന്ന നിലയിൽ ഓരോ പൗരന്മാരും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കർത്തവ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വൈദേശിക അടിമത്തത്തിലായിരുന്ന പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും പിന്നീട് പല രാജ്യങ്ങളും ജനാധിപത്യം നഷ്ടപ്പെട്ട് ഏകാധിപത്യത്തിലേക്ക് പോയ ചരിത്രം ലോകത്തിന് മുമ്പിലുണ്ട്. അവിടെയാണ് കഴിഞ്ഞ 80 വർഷവും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ലോകത്തിനു മാതൃകയായി നിൽക്കുന്നത്. മഹത്തായ ജനാധിപത്യം എന്നത് നമ്മുടെ രാജ്യമാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമാണ്. വൈദേശിക ഭരണത്തിലായിരുന്ന പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട്
ഏകാധിപത്യത്തിലേക്ക് സൈനിക ഭരണത്തിലേക്കോ എല്ലാം പോയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് കഴിഞ്ഞ 80 വർഷമായി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണനിർവഹണം നടത്തി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നത് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഭാരതത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിന വാർഷികത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.